ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കാണിച്ചായിരുന്നു ഒരു പ്രൊജക്ടർ നന്നാക്കുന്ന കേസ്. പ്രൊജക്ടറിന് നമുക്ക് വീഡിയോ നോക്കണം. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ അതിൻ്റെ റിമോട്ട് പിടിക്കുന്നില്ല. റിമോട്ട് യാതൊരുവിധ വിധത്തിലും അനുസരിക്കുന്നില്ലെന്നാണ്. ഇച്ചിരി വലിയ പ്രൊജക്ടറാണ്, സോണിയുടെ പ്രൊജക്ടറാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് അതിൻ്റെ സെൻസറോ മറ്റു കാര്യങ്ങളോ ബോർഡിനോ വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ, എന്താണ് റിമോട്ട് പിടിക്കാത്തതെന്ന് നോക്കണം. ആദ്യം നമുക്ക് റിമോട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പം അത് ഇതുണ്ട്, ഇതിപ്പോൾ ഓണാണ്. ഈ ഓണാക്കി ഇതുണ്ട്, ഈ സാധനം ഭിത്തിയിൽ അതിൻ്റെ ഇതടിക്കുന്നുണ്ട്. അപ്പോൾ പടം കാണണമെങ്കിൽ വൈറ്റ് ആയതുകൊണ്ടാണ്, ഗ്ലാസ്സിലായതുകൊണ്ടാണ് കാണാത്തത്. വെള്ള സാധനം അവിടെ വെച്ച് അപ്പോൾ നല്ല ക്ലിയറായിട്ട് കാണാം. ഒരു വെളുത്ത സാധനം നമുക്കവിടെ വെക്കാൻ എന്താണുള്ളത്? അപ്പോൾ അതിൻ്റെ ഫോക്കസിങ് കാണാൻ പറ്റും. ഇത് അതിൻ്റെ സൈഡിലേക്ക് മാറ്റുന്നു. ഇത് ഹൈറ്റ് കൂട്ടുന്ന സാധനം, ഇത് ഹൈറ്റ് കുറയ്ക്കുന്ന സാധനം, ഇതതിൻ്റെ ഫോക്കസ്. ഇത് ഫോക്കസ് ചെയ്യുന്ന സാധനം, ഇത് വലുതാക്കുന്ന സാധനം, ഇത് ചെറുതാക്കുന്ന സാധനം. ഇങ്ങനെ കുറേ കൺട്രോൾസ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കൊരു പടം ചുമ്മാ ഒന്ന് കൊടുത്ത് നോക്കാം, പടം കിട്ടുമോ ഇല്ലയോ എന്നറിയാം. നമുക്കൊരു DVD പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നു, സോണിയുടെ. അതേന്നൊരു പിക്ചർ ഇട്ട് നോക്കാം. രക്ഷയില്ല. ഇതിന് HDMI ഇൻപുട്ടുകളേ ഉള്ളൂ. AV എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല. റിമോട്ട് IR ഇൻ, പെൻഡ്രൈവ്, വീഡിയോ പ്രൊജക്ടർ VPL HW45 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇച്ചിരി പഴയ മോഡലാണ്. അപ്പോൾ AV ഇതിനും ഇല്ലല്ല, ഇച്ചിരി HDMI ഒക്കെ ഉള്ളൂ. AV വേറെ എവിടെയെങ്കിലും പാത്ത് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, ഇൻപുട്ടുകൾ എല്ലാ സൈഡും ഉള്ളൂ. അപ്പോൾ HDMI ഉള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. ഇത് AV മാത്രമേ ഉള്ളൂ. പിന്നെ പെൻഡ്രൈവ് ഉണ്ട്. പെൻഡ്രൈവ് കുത്തിയാൽ എന്തെങ്കിലും വരുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് പെൻഡ്രൈവ് ഒരെണ്ണം കുത്തി നോക്കാം. റിമോട്ട് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഒന്ന് ഫങ്ഷനാക്കി എടുക്കണതിലൊക്കെ ഇച്ചിരി പാടാണ്. എല്ലാം കാണാൻ തുടങ്ങും. ഇത് സെൻസർ എന്ന് പറയുന്ന സാധനം ഇവിടെ കണ്ട, ഇവിടെ ഓക്കെ. പിന്നെ ഇതിൻ്റെ സൈഡിൽ സ്വിച്ചുണ്ട്, അത് ഞെക്കിയ ഒരു ഫങ്ഷനൊക്കെ കാണാം. അല്ല പിന്നെ ഇവിടെ അടിച്ച് നോക്കട്ടെ. HDMI 1 ആണ് കിടക്കുന്നത്. HDMI 1 കണ്ടോ? മേളിലോട്ട് കാണില്ല ചേട്ടാ, വേണ്ടോ? HDMI 1 കൊടുത്താൽ അവിടെ പടം വരും. ഓക്കെ.
നോ സിഗ്നൽ. നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒന്നും മാറുന്നുമില്ല. ഓക്കെ, നോക്കാം. ഇപ്പോൾ സെറ്റായിരിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ചൂടാക്കിക്കൊണ്ടൊന്ന് ചൂടായിട്ടുണ്ട് സാധനം. ഒന്ന് തണുത്തോട്ടെ. ഒരു നീളമുള്ളൊരു സ്റ്റാർ സ്കൂട്ടർ. ഇത് നല്ലതായിരിക്കും. നോക്കട്ടെ. ഇത് നോക്കട്ടെ. ഇത് നമ്മുടെ ഷീറ്റ് കടന്നു പോകാനുള്ളൊരു ഫിൽറ്ററാണ്. ഇതിലാണ് എയർ ഫിൽറ്ററാണിത്. എയർ ഇതിൽ ചെയ്യുന്നു. ചൂട് വന്നിട്ട് ഇതുവഴി കടന്നു പോകും. അത് നമുക്ക് അടയുകയൊക്കെ ചെയ്താൽ ക്ലീൻ ചെയ്യാം. ഡസ്റ്റൊക്കെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്ററാണത്. ടോപ്പ് നമ്മളെടുത്തു. ആ കൺട്രോൾ മാത്രം അവിടെയുണ്ട്. പവറിൻ്റെ ഓൺ ഓഫ് കൺട്രോള് നമ്മൾ കൺട്രോളിന് അയച്ചെടുത്തു. ഊരിയെടുത്താലും മതിയായിരുന്നു, കുഴപ്പമില്ല. നമുക്കൊന്ന് ഓണാക്കിയൊക്കെ നോക്കണമല്ലേ, ഇത് വേണമല്ലോ. റിമോട്ട് സെൻസർ ഇതാണ്. വൈഫൈ റിമോട്ട് സെൻസർ എല്ലാം കൂടെ ഇതാണ്. പോസ് ചെയ്തേ. ഇവിടെയാണ് റിമോട്ട് സെൻസർ. ഇതാണ് ലെൻസ്. ഇത് കൂളിംഗ് ഫാന്. ഇത് ഇത് ലെൻസിനെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റർ. അതിൻ്റെ അടുത്ത അഡ്ജസ്റ്റർ. പവർ സപ്ലൈ എന്ന് വേണ്ട, ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഫുൾ സംഭവം. ഇതാണ് അതിൻ്റെ
സംഭവം. അപ്പോൾ കണ്ടല്ലോ ഓരോന്നും. ഇതിവിടെയാണ് സെൻസർ. നമ്മളിപ്പോൾ സെൻസർ അഴിക്കാൻ പോകും. റിമോട്ടിൻ്റെ കാര്യങ്ങൾ എളുപ്പമുണ്ട്, റിമോട്ടില്ലേലും ചെയ്യാം. എന്നാലും അതൊന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബോർഡ്. വന്ന് കയറുന്നു. 3 ലൈനേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. വലിയ ഇതായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. സെൻസറൊക്കെ പോയതാണ്, നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. ബോർഡിൽ നിന്നൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ കൂടുതലഴിച്ച് പണിയാൻ പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം ഇച്ചിരി പഴയ സെറ്റാണല്ലോ. അതിന് ചൂടായി വരട്ടെ. ഇത് ഡേറ്റ് കിടക്കുന്നത് 12/7/2017 എന്നാണ്. 12/7/2017. 17 3 20 25 8 വർഷം പഴയതാണ്. എൻ്റെ അകമെല്ലാം ഇങ്ങനെ ഒന്ന് ചുറ്റി നടന്നൊന്ന് കാണിച്ചത്. അത് 2.1 മതി. ആ ആ അത് നമുക്കിപ്പോൾ 2.1 ഇരിക്കുന്നത് 100+,
50+50 ഇരിക്കുന്നത്. അത് RMS അത് കൊടുത്താൽ മതി. അല്ല സ്പീക്കറിന് ഇച്ചിരി വാട്ട്സ് ഉള്ളത്, അല്ല സ്പീക്കറിന് ഇച്ചിരി വാട്ട്സ് ഉള്ളത് നല്ലതാണ്. എൻ്റെ വരും ബോർഡിന്. പിന്നെ അതിൻ്റെ പവർ സപ്ലൈ വരും. പവർ സപ്ലൈ നമുക്ക് 5 ആമ്പിയർ കൊടുത്താലും മതി. 150 ഉള്ള സ്ഥിതിക്ക് 8 ആമ്പിയർ 9 ആമ്പിയർ കൊടുക്കുന്നതാണ് നല്ല. ടി വിയും കൊടുക്കാം, ബ്ലൂടൂത്തും ഉണ്ട്. അതെ, ബ്ലൂടൂത്തും ഉണ്ട്. ടി വിയുടെ കൊടുക്കാനുള്ളതും അതിലുണ്ട്. ചെറിയ പിന്നെ ടി വിയുടെ പിന്നും കൊടുക്കാം, ഈ ഓക്സിജനും കൊടുക്കാം, ബ്ലൂടൂത്തും കൊടുക്കാം. അത് കൊടുക്കാം, രണ്ടും കൊടുക്കാം. പിന്നെ മാറ്റി കൊടുത്താൽ പോരെ. കൊടുക്കാം അതിൻ്റെ കൂടെ ഉണ്ട്. അതിൽ പിന്നുണ്ട്. പ്രൊജക്ടറിനകത്തെ സാധനങ്ങളൊക്കെ കണ്ടോളൂ. അവിടെ ഒരു നീല കളർ കാണുന്നുണ്ട്, അവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇവിടെ ഒരു വെള്ള ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ പറ. ഞാനങ്ങനെ അധികം പ്രൊജക്ടറൊന്നും നന്നാക്കിയിട്ടില്ല, എന്നാലൊട്ട് നന്നാക്കിയിട്ടുണ്ട് താനും. ബോർഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മാറ്റമാണല്ലോ. കട്ടറുണ്ട് ഇപ്പം നമ്മളെടുത്തിട്ട് ഷീൽഡ് എടുക്കാൻ. അതവിടെ കുറച്ച് ആൾക്കാർ പുതിയ വന്നപ്പോൾ വേറെ വള്ളി ഇട്ടതല്ലേ? ഇവിടെ വേറെ വള്ളി ഇട്ടു, ആൾക്കാർക്ക് പോവാ. ഓഹോ, പിന്നെ ആള് കൂടി. അതെയോ? ഇവരുടെ പള്ളിയാണ് പഴയത്.
നിങ്ങളുടെ പുത്തൻപള്ളിയാണ്? ഞങ്ങളുടെ പുത്തൻ എന്ന് പറഞ്ഞാൽ 75 വർഷമായല്ലോ. അത്രയും വഴക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കുഴിച്ച് പണിയാറായി. ആ അത്ര എളങ്ങളംപള്ളി 150 വർഷമായല്ലോ, എന്നിട്ടൊരു കുഴപ്പമില്ല. നല്ലൊരു മരുന്നായിരിക്കും. കരിങ്കല്ല? ഇതും കരിക്കില്ല. അതെയോ? പക്ഷെ റൂഫൊക്കെ മാറ്റുന്നു. ആ റൂഫ് മാറ്റണം. കരിങ്കല്ല് കളയാതെ റൂഫ് വെച്ചിട്ട് രണ്ട് സൈഡിലൂടെ അടിച്ചാൽ മതി. സ്ഥലമില്ല പള്ളിക്കകത്ത്. പള്ളിക്കകത്ത് ഈ ഫംഗ്ഷനൊക്കെ വരുമല്ലേ, ഇതുപോലെ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പോഴത്തേക്ക് മുറ്റത്താ എല്ലാവരും. അന്നേരം സ്ഥലമില്ല. അല്ലാത്തപ്പോൾ ആളും കുറവാണ്. അല്പവിശ്വാസികൾ അന്നേരം ഇറങ്ങും. ചെറിയ സ്കൂട്ടർ ഇറങ്ങി. നമ്പറിക്കണ്ട വീഡിയോ. ഇത് പഴയ സാധനം ഇടുന്നേ. ആ പറഞ്ഞോ. ആ അത് 5 വർഷമായി മേടിച്ചിട്ട്. ആ ഇപ്പൊ ഡിസ്പ്ലേ വേറെ യാതൊരു കുഴപ്പമില്ല. ഡിസ്പ്ലേ ഓഹോ ഹോ. അപ്പൊ ഡിസ്പ്ലേ കമ്പനിയെ വിളിച്ചപ്പോ കമ്പനി പറയുന്നേ ആ അവര് പറയുന്നത് അത് ഡിസ്പ്ലേ മാറ്റിയാൽ മതി, വേറെ ആരും കുഴപ്പമില്ല. ഈ ബാക്കി എല്ലാം പറക്കാവുന്ന ഒരു കുഴപ്പമില്ല. എത്ര വർഷമായ ടി വിയാ? കുഴപ്പമില്ല, കമ്പനി പറഞ്ഞ ഡിസ്പ്ലേ മാറ്റിച്ചോ, കുഴപ്പമൊന്നുമില്ല. കമ്പനിക്കാർ മാറ്റുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ഡിസ്പ്ലേ പോയതാണെന്ന് അവർ പറഞ്ഞതല്ലേ, ഇനിയിപ്പം അവർ നോക്കിയിട്ടായിരിക്കുമല്ലോ പറഞ്ഞേ. ഇനിയിപ്പോൾ ഡിസ്പ്ലേ മാറ്റാതെ നന്നാക്കിയാലും അധികം നാൾ നിൽക്കണമെന്നില്ല. മനസ്സിലായില്ലേ? അതൊരു കമ്പനി കുഴപ്പമില്ല. ഞാനത് വാങ്ങാൻ കാരണം അവരുടെ ഇൻഡക്ഷൻ്റെ ഒരു ഇൻവെർട്ടർ മേടിച്ചായിരുന്നു കേട്ടോ. അതൊരു 15 വർഷം ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. 15 വർഷം ഉപയോഗിച്ചിട്ടും അത് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന്റെ തന്നെ ടി വി എടുത്തത്, ഇൻഡക്ഷൻ. അപ്പൊ 5 വർഷം ആയപ്പോഴായി കുഴപ്പമായ. 2020 25 ടി വി ഒക്കെ 5 കൊല്ലം നിന്നില്ലേ? അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. കുഴപ്പമില്ല. ഇമ്പക്സ് ഒരു ആവറേജ് ടി വിയാ, വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. 5 വർഷം എന്നൊക്കെ നിൽക്കുള്ളൂ ഇപ്പോഴത്തെ LED ടി വി ഒക്കെ. ലൈഫ് പൊതുവെ കുറവാണ്. സോണി, സാംസങ്, LG. സാംസങ്ങും നല്ല ടി വിയാ, LGയും നല്ല ടി വിയാ. അത് മൂന്നും നല്ല ബ്രാൻഡാണ്. നമ്മൾ പണ്ട് തൊട്ട് നല്ല സാധനങ്ങൾ സ്വന്തമായിട്ട് ബോർഡും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാ. ഇതൊക്കെ ഇമ്പക്സ് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്പനികളാണ്. പക്ഷെ അത് മോശമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. ശരി ശരി. വിളിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ ശരി. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ സെറ്റിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് വർക്കെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സെറ്റ് നമുക്ക് പാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ പ്രൊജക്ടർ ഒത്തിരി ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. കുഴപ്പമില്ല, നല്ലതാണ്, നമുക്ക് വലുതായിട്ടൊക്കെ കാണാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഹീറ്റാണ്. നല്ല ചൂടുണ്ട് ഈ സാധനത്തിന്. ഈ ബൾബ് കത്തുമ്പോഴൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രോബാക്ക് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇച്ചിരി വലുപ്പമുള്ള രീതിയിലൊക്കെ വലിയ സ്ക്രീനൊക്കെ ചെയ്ത് പടം കാണുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ടി വിയെ കാണുന്ന അത്ര ഒരു ഡയറക്റ്റ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു ക്ലാരിറ്റി കുറവ് തോന്നിയാലും, നമ്മൾ പണ്ടൊക്കെ തിയേറ്ററിൽ പോയല്ലേ പടം കണ്ടിരുന്നത്. ഇതുപോലെ പ്രൊജക്ടർ വെച്ചല്ലേ നമ്മൾ പിക്ചർ കണ്ടിരുന്നത്. അത് വേറൊരു എക്സ്പീരിയൻസാണ്. സ്ട്രെയിൻ ഇല്ലാത്ത ഇരുട്ടത്തിരുന്ന് കാണുന്ന ഒരു പിക്ചർ ആയതുകൊണ്ട്, പണ്ട് പറയുമല്ലോ
ഇരുട്ടത്തിരുന്ന് വെളിച്ചത്ത് കാണുന്ന ആണെന്നോ അതോ വെളിച്ചത്തെ ഇരുട്ടത്തിരുന്ന് കാണുന്നതാണെന്നോ എന്നൊക്കെ ഓരോ തമാശയൊക്കെ പറയുന്ന കേൾക്കാമല്ലോ. അപ്പോൾ എന്നാണേലും നമ്മുടെ പ്രൊജക്ടർ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കുന്നുള്ളൂ. എൻ്റെ ബാക്ക് ലൈറ്റിലാണ് ഇതിൻ്റെ ലൈറ്റ് കത്തുന്നത്. അതിന് ശേഷം ഇതിൻ്റെ RGB കളേഴ്സ് ഉണ്ട്. ഇതുണ്ട് റെഡ്, ഗ്രീന്, ബ്ലൂ 3 കളറും നമുക്കവിടെ കാണാം. അത് LCD അടിച്ച് ഈ 3 കളറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഈ പ്രൊജക്ടറിൽ നമുക്ക് പിക്ചർ തരുന്നത്. എന്താണേലും ആ മൊത്തത്തിൽ നല്ല കറണ്ട് കൺസ്ട്രക്ഷനും നല്ല ഹീറ്റും ഉണ്ട്. വലിയ വലുപ്പമില്ലാത്ത മുറികളൊക്കെ ആണെങ്കിൽ എപ്പോഴും നല്ലത് LED TV തന്നെ ഉപയോഗിക്കുന്നതാണ്. അതാകുമ്പോൾ വലിയ ഹീറ്റൊന്നും വരത്തുമില്ല. നമുക്ക് പിന്നെ വലിയ ഹോള് വലിയ രീതിയിലൊക്കെ ആക്കേണ്ട തിയേറ്റർ പോലെയൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വീടുകളിൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ TV നമ്മൾ മേടിച്ചാലും മാക്സിമം ഒരു 100 ഇഞ്ച് വരെയൊക്കെ അല്ലേ TV ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 200 ഇഞ്ചും 300 ഇഞ്ചും വലുപ്പത്തിലൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ലൊരു സംഭവം തന്നെയാണ്. എന്നാണേലും നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ വാങ്ങുക. പ്രൊജക്ടർ മോശമല്ല, TV മോശമല്ല, ഒന്നും മോശമല്ല. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിന്നുകളൊക്കെ ഇട്ടു നമ്മളത് തിരിച്ച് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. തിരിച്ച് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതെവിടെ തന്നെ ആയിരിക്കണം. അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ അതെവിടെ തന്നെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ലോക്കുകളെല്ലാം കറക്റ്റ് ഇട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ തിരിച്ച് നമ്മൾ പാക്ക് ചെയ്യണം. അപ്പം ഈ പ്രൊജക്ടർ പല കമ്പനികളും ഇറക്കുന്നുണ്ട്, ഒത്തിരി കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. എല്ലാം തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതിൻ്റെ ബേസിക്കലി അടിസ്ഥാനമായ വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഓരോ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റി മാറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മളതെല്ലാം ലോക്ക് സിസ്റ്റമാണ്, സ്ക്രൂ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. സ്ക്രൂകളൊക്കെ ഇടുകയാണ്. ഇതെല്ലാം ആഴത്തിലുള്ള സ്ക്രൂ ആണ്. മറ്റേ സിസ്റ്റത്തിൻ്റെയൊക്കെ വരുന്ന പോലത്തെ തന്നെ സ്ക്രൂകളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വീട്ടിലിരുന്നാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇത് ഹീറ്റാകുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നിലം തൊടാൻ വേണ്ടി ഇതിനകത്ത് വന്ന് ഇതിടുന്നില്ല. എന്നാലും നമുക്ക് ഇതിനകത്ത് നല്ലപോലെ സ്ക്രൂ ചെയ്തതിന് ശേഷം
ഇതിനെല്ലാം ഒരു ചെറിയ ഇൻസുലേഷൻ ടേപ്പ് ഈ ഓരോ ഹോളിലും ഒട്ടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാതെയൊക്കെ കുറേ നാളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിലം തൊടാമണ്ണ് വന്ന് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ആഴത്തിലുള്ള സ്ക്രൂ ആയതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലും എടുക്കാൻ പറ്റാതെ വരും. പിന്നെ ഇത് നല്ല വിലയുള്ള ഒരു സാധനമായതുകൊണ്ട് ഇതിന് 1,00,000-ന് 2,00,000-നും ഇടയ്ക്കാണ് ഈ സാധനത്തിൻ്റെ വില. അപ്പോൾ അത്രയും വിലയുള്ള ഈ സാധനം നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്ക്രൂവിൻ്റെ ഹോളുകളും നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച്, ഇൻസുലേഷൻ ടേപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, സെലോ ടേപ്പ്. ഇനിയിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സെലോ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് അല്ലെന്ന് പറയും, സെലോ ടേപ്പ്. ഇപ്പോൾ പറയുമ്പോൾ പണ്ട് തൊട്ട് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മളങ്ങനെ മാറിപ്പോയെന്ന്. സെലോ ടേപ്പാണ് നല്ലത്. ഇൻസുലേഷൻ ടേപ്പ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പശ പൊളിഞ്ഞു വരും. അതാണ് അതിൻ്റെ കുഴപ്പം. ഫോൺ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ പറ്റുന്നൊക്കെയാണെങ്കിൽ ഞാൻ എടുക്കും. ഡെലിക്കേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും. പല ദൂരത്തും എല്ലാം ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കാണുന്ന സാധനമാണല്ലോ. അപ്പം ലോകം മുഴുവൻ കണ്ടിട്ട് ലോകം മുഴുവൻ ഉള്ള ആൾക്കാരിങ്ങനെ വിളിക്കും. നമുക്ക് നമ്മുടെ വീഡിയോ സക്സസ് ആകുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് ഈ വിളി മൊത്തം. അതുകൊണ്ട് നമുക്കത് സന്തോഷമാണ് ഓരോ വിളിയും. അപ്പോൾ നമ്മൾ ഓരോ ഹോളും നമ്മൾ സെലോ ടേപ്പ് വെച്ച് ചെറിയൊരു പീസ് മതി അടച്ചേക്കുവാണെങ്കിൽ പിന്നെ ഈ വേട്ടാവളിയിൽ നിന്നാണല്ലോ ആ ജീവിയെ വിളിക്കുന്നത്. അത് പിന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു TV അയച്ചതിനകത്ത് ഇഷ്ടം പോലെ അത് ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അത് ചിലപ്പോൾ അതിനകത്ത് കയറി ഈ ഷോക്കടിച്ച് ചത്തതാണോ അതോ ഇതിനകത്ത് കയറി കൂടൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ ആയുസ് എത്തിച്ചാവുന്നതാണോ എന്നറിയത്തില്ല. കുറേ എണ്ണം ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളെല്ലാ സ്ക്രൂവും ഒട്ടിക്കണം. ഹോളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിക്കണം. അത് ഒട്ടിക്കുന്നതുകൊണ്ട് നഷ്ടമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് അടിഭാഗത്താണല്ലോ വരുന്നത്. അടിഭാഗത്ത് വരുന്നതുകൊണ്ട് ആരും കാണത്തുമില്ല. അതിനൊരു ഭംഗിക്കുറവും നമുക്ക് വരാനില്ല, ഭംഗിക്കുറവ് വരാനില്ല. കമ്പനിക്കാരെ സംബന്ധിച്ച് കമ്പനി അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രതിഭാസമായിരിക്കാം ഇത്. വിദേശത്തൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. മിക്കവാറും ഇത് ഇവിടെ തന്നെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഞാനത് മൊത്തം ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് പാക്ക് ചെയ്ത് പിന്നെ ഇതിന് പിക്ചർ ഞാൻ കാണിക്കാം. പിക്ചറും കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ പ്രൊജക്ടർ ഇപ്പോൾ ചെറിയ പ്രൊജക്ടറൊക്കെ ഉണ്ട്, തീരെ ചെറിയ ടൈപ്പ് LED പ്രൊജക്ടറൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും വലുപ്പമൊന്നും ഇന്ന് വേണ്ട പ്രൊജക്ടർ. അപ്പോൾ അതിനുള്ളൊരു കുഴപ്പം ഇത്രേ കാണത്തുള്ളൂ. അതിൻ്റെ ലൂമിനൻസും കുറവായിരിക്കും. അതുപോലെ തന്നെ അത് വലുതാക്കുന്ന അളവ് കുറവായിരിക്കും. ഇതൊരു പക്കാ പ്രൊഫഷണലായിട്ടുള്ള ഒരു വലിയ തിയേറ്റർ വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രൊജക്ടറാണിത്. അപ്പോൾ ഇത്ര നല്ല ഒരു പെർഫോമൻസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വിലയും വളരെ കുറവുണ്ട്, ചെറിയ വിലയ്ക്കൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷേ അത്ര ക്ലാരിറ്റി പ്രതീക്ഷിക്കാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതും മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ TV-ക്ക് പകരം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പ്രൊജക്ടർ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ TV-ക്ക് പകരം പ്രൊജക്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ വരുന്ന ചില പ്രൊജക്ടറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുകയും അതിന് സർവീസ് നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമേ. ഇതിപ്പോൾ നമുക്കൊന്ന് കാണിക്കാൻ നോക്കാം. അതുകൊണ്ട് ആ ഭിത്തിയെ കാണാം. കുറച്ച് വലിയതായതുകൊണ്ട് ലോങ് അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ, ഫോക്കസ് ആയിട്ട്. തൊട്ടടുത്ത് തന്നെ കാണാവുന്ന സംവിധാനത്തിലുള്ള പ്രൊജക്ടറാണ് ഇത്. ഇത് കണ്ടോ, മേളിൽ കണ്ടോ HDMI എന്ന് എഴുതി കിടക്കുന്നുണ്ട് ഭിത്തിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടംപോലെ കാണുന്നുണ്ട്, വളരെ സന്തോഷം, വളരെ നന്ദി. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുക, നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് ക്ഷമിച്ച് വിട്ടേരെ. ചിലപ്പോൾ ഓരോ വികാരത്തിൽ ഓരോന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരെയും വ്യക്തിപരമായിട്ടൊന്നും നമുക്ക് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കാണിക്കാൻ നമുക്ക് വെള്ള സ്ക്രീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചുമ്മാ ഉള്ള ഭിത്തിയിലോട്ട് ചുമ്മാ അടിച്ച് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് കാണിക്കാം. ഇതിപ്പോൾ അവിടെയൊക്കെ റെഡ് കളറായതുകൊണ്ട്
നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഭിത്തിയിൽ അടുപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രമിക്കാം. അപ്പം അതിലേക്ക് നമ്മളതിൻ്റെ ഫോക്കസൊക്കെ മാറ്റി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് വീഡിയോ അടിക്കാം. എനിക്ക് തോന്നുന്നത് മേളിലേക്കൊക്കെ ആകുമ്പോൾ റൂഫിലൊക്കെ അടിച്ചാലും മതിയല്ലോ. റൂഫിലൊക്കെ ആകുമ്പോഴത്തേക്കും വൈറ്റ് കളറാണല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് അടുപ്പിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേരെ, ഒന്ന് ലൈക്ക് ചെയ്തേരെ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര നേരം കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. कितने रंग आते जाते हैं आपके दो रुखसारों